Do you think that money can buy happiness? Hi, I'm Maria Jaffer. I'm a homemaker. Welcome to RJ Thoughts. ഓക്കെ, ഇന്ന് ഞാൻ പറയാനുള്ളത് മണിയെ കുറിച്ചാണ്. മണി എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്. ദാറ്റ് ഗോസ് ഓൺലി ടു ഹൈ വൈബ്രൻറ്റ് പീപ്പിൾ. ഹൈ വൈബ്രൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പോകുന്ന ഒരു സോഴ്സ് ഓഫ് എനർജിയാണ് മണി. അതിന് ഗുഡ് ഓർ ബാഡ് മണി ഒന്നുമില്ല. അത് ബ്ലാക്ക് മണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ബാഡ് മണിയാണ്. അല്ല, ഒരിക്കലും. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റൻഷൻ ഓൺ ഹൗ ഇസ് ഇറ്റ് ഈസ് യൂസ്ഡ്. അത് മണിയല്ല അവിടെ ബാഡ് ആവുന്നത്, അവിടുത്തെ ആൾക്കാരാണ് അവിടുത്തെ ബാഡ് ആവുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ അതുപോലെ ഒരു ക്ലാരിറ്റി വേണം. മണി എങ്ങനെ ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ, എന്തെങ്കിലും നമുക്ക് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വേണം തോന്നുമ്പോൾ നമുക്ക് അതിന് ഒരു ക്ലാരിറ്റി വേണം. എത്ര എമൗണ്ട് ഓഫ് മണി വേണം എന്നുള്ളതിനൊരു ക്ലാരിറ്റി ലൈഫിൽ ഉണ്ടാവണം. ഇനിയിപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ഡ്രീംസൊക്കെ ആഗ്രഹിക്കുമ്പോൾ ആ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ എത്ര ഒരു എമൗണ്ട് വേണ്ടി വരും ഏകദേശം, അപ്പോഴാണ് നമുക്ക് ആ ഗോൾസിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഗോൾസ് നമ്മുടെ ഡിസൈർസ് മാത്രമാകുമ്പോൾ ആ ഡ്രീംസിലേക്ക് എത്താനുള്ള ഒരു സ്റ്റെപ്പിൽ നമ്മൾ ബേബി സ്റ്റെപ്സ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. ചെറുതായിട്ടെങ്കിലും ജസ്റ്റ് ഡ്രീം ചെയ്താൽ മാത്രം പോലെ സ്വപ്നമായിട്ടോടെ ഇരുന്നാൽ മാത്രം മതിയാവില്ല. അതിലേക്കുള്ള ചെറിയ ചെറിയ ബേബി സ്റ്റെപ്സ് നമ്മൾ എടുത്തേ മതിയാവുള്ളൂ. പിന്നെ നമുക്ക് വൈ ഡു യു നീഡ് മണി എന്ന് നമ്മളോട് തന്നെ ചോദിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം, നമുക്കറിയാൻ പറ്റും, അതിനുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഹൗ മെനി എമൗണ്ട് ഓഫ് മണി ഷുഡ് യു നീഡ് എന്നൊക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അതൊക്കെ നമ്മളതിന് ജസ്റ്റ് ഒന്ന് പിന്നെ ഒരുപാട് ടെക്നോളജീസ് ഉള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര എമൗണ്ട് നമുക്ക് വേണ്ടി വരും നമ്മുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ. അപ്പോൾ ആ ഡ്രീംസിലേക്കുള്ള മണിയുടെ എമൗണ്ട് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഒരു ഹോമാണ്, ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ഡിസയർ എന്ന് പറഞ്ഞാൽ ഒരു ഹോമാണ്. അപ്പോൾ ഹോമിലേക്ക് എത്ര ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അറൗണ്ട് 50 lakhs ഇന്നിപ്പോൾ എന്നെ കൊണ്ട് ഈ ഹോമിൽ ഇരുന്നുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നമുക്ക് എന്തെങ്കിലും ബേബി സ്റ്റെപ്സ് എടുക്കാം. എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒരു കരിയർ, എന്തെങ്കിലും ചെറിയൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു എന്നെക്കൊണ്ടിപ്പോൾ എന്ന് പറയുന്ന നോളേജ് കൊടുക്കുക. ഞാൻ ഞാൻ ജസ്റ്റ് അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. ആർക്കെങ്കിലും നോളജ് സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനത്തെ നോളജ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിച്ചെടുത്തതിന് ശേഷം എന്തെങ്കിലും സ്കിൽസൊക്കെ നമുക്ക് ഇനിയും പഠിക്കാം. ഞാൻ ഇതുവരെ പഠിച്ച ക്വാളിഫിക്കേഷൻസ് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സ്കില്ല് പഠിച്ചെടുത്ത് അത് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാം. നോളജ് ആർക്കും ഇഷ്ടമില്ലാത്തത്, ഇന്നും നോളജ് ഞാനും സീക്ക് ചെയ്യുന്ന ഒരാളാണ് മറ്റുള്ളവരിൽ നിന്നും. അതുപോലെ തന്നെ എനിക്ക് നോളജ് കൊടുക്കാനും ഇഷ്ടമുള്ള ഒരാളാണ്. ടീച്ചിങ് എനിക്ക് ഭയങ്കര പാഷൻ പോലെയാണ്. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള പാഷൻ. അതുകൊണ്ടാണ് എനിക്ക് ഓഫ്ലൈനായിട്ട് കിട്ടിയാൽ എന്തായാലും ഓഫ്ലൈനായിട്ടുള്ള ടീച്ചിങ്ങും ഓൺലൈനായിട്ടുള്ള ടീച്ചിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് ഓഫ്ലൈനായിട്ട് സ്റ്റുഡൻസിനെ കിട്ടിയാൽ ഞാൻ എപ്പോഴാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞാൻ പോകും. ഓക്കെ, പിന്നെയാണെങ്കിൽ ഇനി അടുത്ത് പറയാനുള്ളത്, നമ്മൾ വിചാരിക്കും ഇപ്പോൾ വലിയ വലിയ എൻ്റർപ്രണേഴ്സ്, ഇപ്പോൾ യൂസുഫ് അലി സാർ, അതുപോലെ ഇപ്പോൾ നമ്മുടെ അംബാനി അംബാനി സാറൊക്കെ, അപ്പോൾ രത്തൻ ടാറ്റ സാർ, അങ്ങനെയുള്ള ഒരുപാട് പേരും ഇപ്പോൾ ഒരുപാട് എൻ്റർപ്രണേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ. രത്തൻ ടാറ്റ സാർ ലേറ്റാണ് എന്നാൽ ഞാൻ പറയുന്നത്. അവരൊക്കെ അഹങ്കാരമുള്ളവരായിരുന്നു. ചിലരുടെ ധാരണയിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. അവർ അഹങ്കാരികളല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കാണ് അവരുടെ അസൂയ തോന്നുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ പണമുള്ളവരാണെന്ന് വെച്ചിട്ട് അവരെല്ലാം അഹങ്കാരമുള്ളതാണ്. അവർക്ക് എനർജി ജസ്റ്റ് ഈ മണിയുടെ എനർജി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കാണ് ജസ്റ്റ് ജലസാവുന്നത്. അവർക്ക് മണിയുടെ എനർജി ഫ്ലോ ചെയ്ത് അവർക്ക് സമയമല്ല നമ്മളെക്കുറിച്ചും ചിന്തിക്കാൻ പോലും. നമ്മൾ ഈ ജലസീനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് സമയമല്ല. അവർ ടൈമില്ലാത്ത ആൾക്കാരാണ്. അവർ ഒരുപാട് പേർക്ക് ജോബ്സ് കൊടുക്കുന്നവരാണ്. അവർ ഹൈ വൈബ്രൻറ്റ് പീപ്പിൾ ആയതുകൊണ്ടാണ് അവരിലേക്ക് പണം പോകുന്നത്. പിന്നെ അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും പണക്കാരാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അവർ ഒരുപാട് അഹങ്കാരികളായതുകൊണ്ടാണ്. അല്ല, അവർ ഒരുപാട് ഹൈ എനർജിയിൽ നിൽക്കുന്നവരാണ്. അതായത് അവർ ഹൈ പോസിറ്റീവ് എനർജി നിൽക്കുന്നവരാണ്. അതായത് അവർക്ക് ആരോടും മനസ്സിൽ ഗ്രഡ്ജസ് ഒന്നും ഇല്ലാത്തവരാണ്. മനസ്സിൽ ഗ്രഡ്ജസ് ഉള്ളവരുടെ അടുത്തേക്കാണ്, നെഗറ്റീവ് തോട്ട്സ് ഉള്ളവരുടെ അടുത്തേക്ക് മണി ഒരിക്കലും പോകില്ല. എപ്പോഴും പോസിറ്റീവ് മൈൻഡ് പീപ്പിളുടെ അടുത്തേക്ക് മാത്രമേ മണി പോകുള്ളൂ. ഇതൊരു സൈക്കോളജിയാണ് മണിയുടെ. സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഒരുപാട് അരവിന്ദ് സ്വാമി എന്ന് പറയുന്ന ആക്ടറുണ്ട്. ഒരുപാട് ആഡുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ മാറ്റിമറിച്ച, അങ്ങനെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു ബുക്കാണ് ദ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാനും മേടിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മേടിച്ചിട്ടു. ദിസ് വൺ I also bought
സൈക്കോളജി ഓഫ് മണി. പക്ഷേ ഞാൻ വായിച്ച് തുടങ്ങിയത് മോർഗൻ ഹോസലിനെയാണ്. ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ റിവ്യൂ നടത്താൻ മാത്രം ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ നടത്താത്ത. നല്ല ബുക്കാണ്. നമുക്ക് നല്ല ഐഡിയാസ് തരുന്ന, മണിനെക്കുറിച്ച് നല്ല ഐഡിയാസ് തരുന്ന. അതുപോലെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ മൂവി ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും. അതിന് നല്ല ഐഡിയാസ് നമുക്ക് തരുന്നുണ്ട് അല്ലേ. അതിൻ്റെ പക്ഷേ മണിക്കൊരു എത്തിക്സ് ഉണ്ട് കേട്ടോ. മണിക്ക് എത്തിക്സ് ഉണ്ട്. ഒരിക്കലും നമ്മൾ ഇപ്പോൾ സ്റ്റീലിങ്ങിലൂടെ കിട്ടുന്ന മണി, പിന്നെ ബ്ലാക്ക് മണി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് അവരുടെ ഇൻറ്റൻഷൻ തയ്യാറ്. സ്റ്റീലിങ്, പിന്നെ റിലേഷൻഷിപ്പിൽ പറ്റിക്കുന്ന ഇല്ലീഗൽ റിലേഷൻസ്, അങ്ങനെയുള്ള മണികൾ, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ അടുത്തേക്ക് മണിപ്പെട്ട് ഒരു കുറച്ച് നേരത്തേക്ക് പോകുന്നുണ്ടാവും. ജസ്റ്റ് ഫോർ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ മുകളിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് മണി അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് ഒരു കുറച്ച് നേരത്തേക്ക് പോകുന്നതല്ലാതെ മണി ഒരിക്കലും സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കില്ല. പെട്ടെന്ന് ഒരു സമയത്ത് ഈ കൊടുക്കുന്ന ആൾക്ക് തന്നെ ഒരു ഡൗൺഫോൾ വരുത്താനും പറ്റും. ഈ സ്ഥിരമായി പോകുന്നവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ ഹൈ പോസിറ്റീവ് എനർജിയിലും ഹൈ വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ദാറ്റ്സ് വൺ പോയിന്റ്. പിന്നെ സ്നേഹിക്കാൻ അറിയുന്നതിനടുത്ത് മാത്രമേ മണിക്കുള്ളൂ. ഇപ്പോൾ സ്മൈൽ ഞാൻ പറയുന്നു, ഇക്കിഗായുടെ ഒരു റൂളാണ് സ്മൈൽ ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. ഒരു പേർപ്പസ് ഉള്ള ആൾക്കാർ, എപ്പോഴും സ്മൈൽ ചെയ്യുന്നവർ, അവരുടെ അടുത്തേക്ക് മാത്രം, സ്നേഹിക്കാൻ അറിയുന്നവർ, അവരുടെ അടുത്തേക്ക് മാത്രമേ മണി പോകുള്ളൂ. പിന്നെ ഹേറ്റേഴ്സിന്, വെറുക്കാൻ അറിയുന്നവർ, ഫോർഗീവ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവരുടെ അടുത്തേക്കൊന്നും മണി അങ്ങനെ പെട്ടെന്ന് പോകില്ല. ഒരു ഗ്രഡ്ജസ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ മാത്രം. ഇങ്ങനെയുള്ള എൻ്റർപ്രണേഴ്സ് സമയമില്ല എന്നറിയാലോ. അതുപോലെ നമ്മളും നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്ത് വരിക, നമ്മുടെ അടുത്തേക്ക് മണി ഫ്ലോ വരിക, അങ്ങനെയുള്ള ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഹാർട്ട് ക്ലീൻ ആൻഡ് പ്യുവർ ആക്കി വെക്കണം. പിന്നെ നമ്മൾ മണിക്കൊരു സൈക്കോളജി ഉണ്ട്. മണി ഒരിക്കലും ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. മണി നമ്മൾ ഇങ്ങനെ ജസ്റ്റ് പിശുക്കന്മാരെടുത്ത് ഒട്ടും പോകില്ല കേട്ടോ. മണിനെ നമ്മൾ ലോക്ക് ചെയ്ത് റൂമിലിട്ട് കഴിഞ്ഞാൽ, മണിയുടെ എനർജിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന് റൂമിൽ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന് ഒന്ന് സഫോക്കേറ്റഡ് ആവുന്ന പോലെ തോന്നും. അതുപോലെ നമ്മുടെ കയ്യിൽ മണി ഉണ്ടായിട്ടും നമ്മൾ ആർക്കും കൊടുക്കാതെ ജസ്റ്റ് ചാരിറ്റി അതൊക്കെ ചെയ്തില്ലെങ്കിൽ അതെന്ത് ചെയ്യും, അങ്ങനെയുള്ള ആൾക്കാരുടെ അത് വന്നതുപോലെ പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം നമ്മൾ സ്പെൻഡ് ചെയ്യണം, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അതുപോലെ നമ്മൾ ചാരിറ്റി കൊടുക്കണം, ഫ്രീ ആയിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ കടം ഒരുപാട് കൊടുത്ത് സഹായിക്കണം എന്നും പറയുന്നത്. കടം കൊടുക്കുക, ഒരുപാട് കൊടുത്ത് നമ്മളെ തന്നെ ഇല്ലാതാക്കണം. നമ്മളെ കാര്യത്തിന് നമ്മൾ അത്യാവശ്യം സേവ് ചെയ്ത് വെക്കണം, ചാരിറ്റിയുടെ എമൗണ്ട് കൊടുക്കണം. നമ്മളെ കാര്യങ്ങൾക്ക് നന്നായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. സ്പെൻഡ് ചെയ്യാതെ നമ്മൾ പിശുക്കിയെടുത്ത് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഓക്കെ, അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ നമ്മൾ ചിലർ പറയും പിശുക്കുന്നത് എന്തിനാണ്, ഇനി ഫ്യൂച്ചർ എന്ന് പറയും. ആ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. കിഗായിലെ ഒരു കാര്യമാണ് ലിവ് ഇൻ ദ മൊമെൻറ്റ്. നമ്മൾ ഈ മൊമെൻറ്റാണ് ജീവിക്കേണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം സേവ് ചെയ്യണം. കാരണം ഫ്യൂച്ചർ എന്നുള്ളൊരു ഹോപ്പുണ്ട് നമുക്ക്. ഇപ്പോഴത്തെ നിമിഷം ജീവിക്കുകയും ചെയ്യണം. ദാറ്റ്സ് ദ ട്രൂത്ത്. സോ ഇത്രയൊക്കെയുള്ളൂ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. താങ്ക് യു. നെക്സ്റ്റ് വൈറ്റ്. ബൈ.